ക്രിയേച്ചർ അറ്റാക്കിൻ്റെ പാർട്ട് 2 ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഗവൺമെൻറ്റിനെ രക്ഷിച്ച് ഇവിടുന്ന് നാട് വിട്ടേ പറ്റൂ. എന്തായാലും ഉള്ളിൽ കയറാം. അപ്പോൾ ഗൈസ് ഗവൺമെൻറ്റും കാര്യങ്ങളും ഒരു വണ്ടി വന്നു. അപ്പോൾ ആ വണ്ടി ഒന്ന് കൊണ്ടുപോയി ഗൈസ്. അപ്പോൾ ഗവൺമെൻറ് നമുക്കൊരു ഐഡിയ പറഞ്ഞു തന്നു. ഈ ഒരു ഭാഗത്തിൻ്റെ അവിടെയായിട്ട് ഒരു ഹെലികോപ്റ്റർ ഉണ്ട്. അപ്പം നീ നേരെ സയൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഒരു മരുന്നുണ്ട്, ആ മരുന്ന് വാങ്ങിയിട്ട് ഒരു ഹെലികോപ്റ്ററിൽ ഒരു ടാങ്ക് ഫ്യൂവൽ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒരു ഫ്യൂവലൊക്കെ നിറയ്ക്കുന്ന ഒരു ടാങ്ക് ഉണ്ടാവും. ആ ടാങ്കിൻ്റെ ഉള്ളിൽ എന്തിപ്പോൾ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് ചീറ്റും. അങ്ങനെ ചീറ്റിയിട്ടുണ്ടെങ്കിൽ ഈ സ്വിച്ച് രക്ഷപ്പെടും, അല്ലെങ്കിൽ ഇതാവും. നമ്മളിപ്പോൾ നമ്മുടെ ഗോസ്റ്റ് ബൈക്ക് ആ സംഭവം എടുത്ത് വരികയാണെങ്കിലും രക്ഷപ്പെടും. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ അത് കുറേ നേരം എടുക്കും. പക്ഷെ ഇതാണെങ്കിൽ ഒറ്റയടിക്ക് സ്വിച്ച് വിട്ട് വന്നാൽ പോരെ, നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ആവും. മാത്രമല്ല ഇവിടെ സയൻറ്റിസ്റ്റിൻ്റെ ഒരു കോട്ടേഴ്സ് ഇവിടെ അധികം അടുത്ത് ആട്ടോ, ഇവിടെ അത്ര ദൂരമൊന്നുമല്ല, അതായത് നമുക്കൊന്ന് കയറിയിട്ട് വരാം. അപ്പം ഗായ്സ് ഞാനും കാര്യങ്ങളാണെങ്കിൽ അവിടെ പോയിട്ട് അതൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. മറ്റേ മരുന്ന് സ്പ്രെഡാക്കുന്ന സാധനമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ ഹെലികോപ്റ്റർ എവിടെയെന്നാണ് എനിക്ക് സംശയം. അത് വെയർ ഹൗസിൻ്റെ ഉള്ളിലുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. വെയർ ഹൗസിൽ നിന്ന് പുറത്തെടുത്തിട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയണേ. എന്താ അപ്പം ഇതെന്ന് എനിക്കൊന്ന് മനസ്സിലാവുന്നു. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കി നോക്കാം. ഓക്കെ, അപ്പം ഗൈസ് ഞാൻ കാര്യങ്ങളാണെങ്കിൽ ഞാൻ അതിൽ മരുന്നും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, സ്പ്രെഡിൻ്റെ ബട്ടൺ ഒന്ന് അമർത്തി നോക്കാം. ഇവിടെ എത്തിയിട്ട് അമർത്തണ്ട, സിറ്റിക്ക് എത്തിയിട്ട് അമർത്താം. ഓക്കെ, സിറ്റിക്ക് എത്തുക. ഓക്കെ, ആ ബട്ടൺ അമർത്തട്ടെ. ഓക്കെ, അമർത്തിയിട്ട് ഇപ്പോൾ സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ്. ബൈ പോലീസ് സ്റ്റേഷൻ്റെ അവർക്കൊക്കെ ഒന്ന് സ്പ്രെഡാക്കട്ടെ. പോലീസ് സ്റ്റേഷനിൽ കുറേ ആൾക്കാർ ഇതൊക്കെ ആയിട്ടുണ്ട്. പിന്നെ എല്ലാ സിറ്റിക്കും ആക്കാൻ പണിയാണ് കുറേ. എന്തായാലും നമുക്ക് മൊത്തം ഒന്ന് ആക്കിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മൊത്തത്തിൽ ആ സോംബീൻ്റെ മരുന്നൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് നമ്മൾ എന്തായാലും ഒന്ന് ഇറങ്ങി. ഓക്കെ, സോംബീസും കാര്യങ്ങളൊന്നും ഇതാവാൻ ഇത്തിരി നേരം പിടിക്കും. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളിപ്പോൾ അവിടെ പോയിട്ട് എങ്ങാനും നമ്മളിപ്പോൾ കടിക്കുകയാണെങ്കിൽ അത് നമ്മൾ സയൻറ്റിസ്റ്റ് പറഞ്ഞു തന്നെ എങ്ങാനും ഇപ്പോൾ ആ സോംബീസ് കടിക്കുകയാണെങ്കിൽ നമ്മുടെ ചോര അവർക്ക് കിട്ടും. അപ്പോൾ ഒന്നുകൂടി പവർഫുള്ളാവും. ഓക്കെ, NPCകളൊക്കെ വരാൻ തുടങ്ങി. അവിടെ ഒരു സോംബി ഇത്തിരി പവർഫുള്ളാണല്ലോ. ഒരു മിനിറ്റ്, എന്താ പറയണേന്ന് നോക്കാം. എൻ്റെ ടീമിനെ മൊത്തം അവൻ കൊന്നു. അവനെ ഞാൻ വെറുതെ വിടില്ല. ഗൈസ്, ആ സോംബി പറയുന്നത് ഇന്ന് നമ്മളെ വെറുതെ വിടില്ല എന്നാണ്. പൂണ്ടിക്കിട്ട് ഒരെണ്ണം കൊടുത്ത്. ഓക്കെ, ചന്തിക്കിട്ട് ഒരെണ്ണം കൊടുത്തു. അപ്പോൾ ഗൈസ് ഗയ. എടാ, ഞാൻ നിന്നെ വെറുതെ വിടില്ല. വെറുതെ വിടില്ലാന്നോ? ഫസ്റ്റ് ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഒന്ന് പോടാ. എന്താ പിരാന്താ. ഓക്കെ, ആ സോംബി എവിടെ ഇപ്പോൾ കിടക്കണ്? എടാ, ഒരു വീടിൻ്റെ ഉള്ള അവൻ ഡിസിപ്പയറായിപ്പോയി. ഓക്കെ, എന്തായാലും കുറേ ടൈം പിടിക്കും. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇപ്പോഴും സോംബീസൊക്കെ ഉണ്ട്. എല്ലാവരുടെയും ഏതും തളിച്ചുണ്ട്. എന്തായാലും ഒക്കെ ഇനി ശരിയായിക്കോളുന്ന്. നമുക്കെന്തായാലും ഒന്ന്
പറന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പം ഗായ്സ് നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് പുറപ്പെടുകയാണ്. എന്തൊക്കെയായോ എന്തോ ഈ ബിൽഡിംഗ് ഇപ്പം അടുത്ത് തന്നെ ഞാൻ അവിടെ ലാൻഡ് ചെയ്തു. എടാ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി. പക്ഷെ അടുത്തടുത്തായിട്ട് സോംബീസും ഉണ്ട്. എന്താ ഈ സോംബീസിനൊന്നും വേണ്ടേ? എടാ നമ്മളെ മാത്രം മതി ഈ സോംബീസിന്. ഓ, നമ്മളല്ലേ ഇവര് ഇതാക്കിയത്. അപ്പം നമ്മളെ മാത്രം മതി. അത് മാത്രമല്ല ഇവർ ചോര കുടിക്കില്ല. മാന്തി കൊല്ലത്തേ ഉള്ളൂ. ഓക്കെ, മാന്തി വിളിച്ച് കയറും. അപ്പം അതൊക്കെയാണ്. അതെന്തായാലും ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അതൊക്കെ പോയിക്കോളും. നമുക്ക് പോയിട്ടില്ലെങ്കിൽ മോനെ ബിബി ഉണ്ടിയോ അടിച്ചു വിളിക്കും. നേരത്തെ ഒരുത്താൻ്റെ ചന്തിനെ അടിച്ചു വിട്ടിട്ട് അതും കണ്ടു എന്നാ തോന്നണേ. അതുകൊണ്ടാണിതാ കണ്ടാ. അയ്യോ, ഇവിടെ അറ്റാക്കുണ്ടല്ലോ. എന്തത് എൻ്റെ ഇവിടെ എത്തിയാവും അറ്റാക്കില്ല. കണ്ട, അതുകൊണ്ടാന്നുകൊണ്ട് ഇവൻ സ്റ്റഡിയായിട്ട് ഞാൻ ബോസ് പറയുന്നത് കേൾക്കാം. ഒന്ന് പോടെ. എന്നാൽ ശരി, ഞാൻ അവിടേക്ക് ഇറങ്ങാം. എന്നാൽ നിങ്ങൾ എന്നെ ഉപയോഗിക്കുക. എടാ ഞാൻ നിന്നെ അടിച്ച് കൊണ്ടുവടാ പാട്ടി. ഈശ്വര, കരിമൂർക്കനെയാണോ ചവിട്ടിയത്? ചാവട ചുപ്പാസ് മക്കൻ ജബ്ബാസ് ഹാർദിക്ക്. എന്നെ കൊള്ളാറായിരുന്നു. അവൻ്റെ വിചാരം എന്താ വെച്ചിട്ടാ? എല്ലാ സോംബീസിനെയും ഞാൻ കൊന്നു കഴിഞ്ഞ്. അവിടെ ഇരുത്തെന്തോ നമുക്ക് കൊണ്ടിരിക്കണേ. അവനൊന്ന് ഇത്രേ ഉള്ളൂ. ഇവിടെ കാണുമ്പോൾ 2 ഇവിടെ തന്നെ കിടക്കുന്നുണ്ടല്ലോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ.